മരണത്തെക്കുറിച്ചുള്ള ദൈവികമായ കാഴ്ചപ്പാട്, ഡിവൈൻ പെർസ്പെക്റ്റീവ് ഓഫ് ഡെത്ത്, അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ചുരുക്കമായിട്ടൊന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിൻ്റെ കാഴ്ചപ്പാട് എല്ലാവർക്കും അറിയാം. അയ്യോ, ആൾ പോയി, ആൾ നഷ്ടപ്പെട്ടു, ഇനി വീട്ടുകാരെന്ത് ചെയ്യും, കുടുംബക്കാരെന്ത് ചെയ്യും, അവർക്കൊക്കെ ഇനി എന്ത് പറ്റും, ഇതാണ് ലോകത്തിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ കാഴ്ചപ്പാട്, ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ ഡെത്ത്, ദൈവിക കാഴ്ചപ്പാട്, ദൈവമക്കളുടെ കാഴ്ചപ്പാട് മരണത്തെക്കുറിച്ച് എന്താണ്, അത് ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുവാൻ, നമ്മെ എല്ലാവരെയും ധൈര്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ ദൈവഭക്തനായി ജീവിച്ച് മരിച്ച ഒരാളുടെ കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ 5-ാം വാക്യം, അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. ഭക്തനായി ജീവിച്ച ഒരാളുടെ മരണത്തിൻ്റെ വിവരണമാണ്. യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം മരിച്ചു. ഈ കൊച്ചു വാചകത്തിൽ പല ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രഥമമായിട്ടുള്ള ഒരു ആശയം, മോശ ഒരാളുടെ, ഒരു സ്ത്രീയുടെ ഭർത്താവായിരുന്നു. മോശ ഒരു മരുമകനായിരുന്നു. മോശ ഒരു സഹോദരനായിരുന്നു. മോശ ഒരപ്പനായിരുന്നു. അതെല്ലാം ശരിയാണ്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇന്നാരുടെ ഭർത്താവായ മോശ മരിച്ചെന്നല്ല, ഇന്നാരുടെ അപ്പനായ മോശ മരിച്ചെന്നല്ല, ഇന്നാരുടെ മരുമകൻ മോശ മരിച്ചെന്നല്ല. അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ ദാസനായ മോശ മരിച്ചു. അതെന്താ സൂചിപ്പിക്കുന്നതെന്നറിയാമോ? നാം ആരെങ്കിലുമൊക്കെ ആയിരിക്കും, നാം എല്ലാവരും അങ്ങനെയാണല്ലോ. പക്ഷേ പ്രൈമർലി വി ബിലോങ് ടു ഗോഡ്. ഒന്നാമത് നാം ദൈവത്തിൻ്റെ വകയാണ്. ഡയാനയുടെ ഭർത്താവ് മരിച്ചു, ശരിയാ. പക്ഷേ അതിനേക്കാൾ വലിയൊരു സത്യമുണ്ട്. അതെന്താണെന്നറിയാമോ? അതിനെ ഓവർടേക്ക് ചെയ്യുന്നൊരു സത്യമുണ്ട്. ദൈവഭക്തനായ, ദൈവത്തിൻ്റെ ദാസനായ, ദൈവത്തിൻ്റെ മകനായ ഹെൻറി മരിച്ചു. 100-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. നാം ആരാണ്? അതിൻ്റെ 2-ാം വാക്യത്തിൽ, അതിന് 3-ാം വാക്യത്തിൽ, യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. ഇംഗ്ലീഷിലെ ഒരു തർജ്ജമയിൽ ഹിസ് വി ആർ, വി ബിലോങ് ടു ഗോഡ്. നാം ദൈവത്തിൻ്റെ വകയാണ്. ഞങ്ങളുടെ മകനാണ്, കൊച്ചുമകനാണ്, ഞങ്ങളുടെ വീട്ടുകാരനാണ്, ഞങ്ങളുടെ ബന്ധുവാണ് എന്നൊക്കെ മരിക്കുന്നവരെക്കുറിച്ച് നമ്മൾ പറയും. അതൊക്കെ മാനുഷികമായി ശരിയാണ്. പക്ഷേ അതിനെയെല്ലാം സൂപ്പർസീഡ് ചെയ്യുന്ന, അതിനെയെല്ലാം ഓവർടേക്ക് ചെയ്യുന്ന വേറൊരു വലിയ സത്യമുണ്ട്. അതെന്താണെന്നറിയാമോ? നാം ദൈവത്തിൻ്റെ വകയാണ്. നാം ദൈവത്തിൻ്റെ വകയാണെന്നുള്ളതിൻ്റെ വേറൊരു തെളിവ്, അതുകൊണ്ടാണ് ദൈവം ആരോടും ആളെ എടുക്കാൻ അനുവാദം ചോദിക്കാത്തത്. എൻ്റെ പോക്കറ്റിലൊരു പേനയുണ്ട്. ഈ പേന നിങ്ങൾക്കൊന്ന് എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയില്ല. വളരെ ആ പേനയൊന്ന് തരാമോ എന്ന് ചോദിക്കും. എന്തിനാ ചോദിക്കുന്നേ? എൻ്റെ പേന ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്, അല്ലേ? എൻ്റെ പേന ആയതുകൊണ്ട് എൻ്റെ പെർമിഷൻ എടുക്കുക. റജി ദൈവത്തിൻ്റെയാണ്. അതുകൊണ്ടാണ് ഡയാനയോട് പെർമിഷൻ ചോദിക്കുക. ഡയാന, ഞാൻ റജി ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കാഞ്ഞത്. വി ഓൾ ബിലോങ് ടു ഗോഡ്, therefore he doesn't need to ask our permission. നമ്മുടെ ആരുടെയും പെർമിഷൻ ദൈവം ചോദിക്കത്തില്ല. ഭർത്താവിനെ എടുക്കുന്നതിന് മുമ്പ് ഭാര്യയോട് പെർമിഷൻ ചോദിക്കുകയില്ല. ഭാര്യ എടുക്കുന്നതിന് മുമ്പ് ഭർത്താവിനോട് ചോദിക്കുകയില്ല. അപ്പനെ എടുക്കുന്നതിന് മുമ്പ് മക്കളോട് ചോദിക്കുകയില്ല. എന്താ ചോദിക്കാത്ത? ഒരു സാമാന്യ മര്യാദയല്ലേ ഒരു പേന എടുക്കണമെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് എടുക്കുക എന്നുള്ളത്. എന്താ ചോദിക്കാത്ത? ചോദിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാ. ഇത് അവൻ്റെ വകയാണ്. എൻ്റെ പേന എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ നിങ്ങളോട് ഞാൻ ചോദിക്കുമോ? ചോദിക്കുകയില്ല. എൻ്റെ ആണെങ്കിൽ ഞാൻ ചോദിക്കേണ്ട എടുക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ദൈവം ആരോടും പെർമിഷൻ ചോദിക്കാതെ ആളുകൾ എടുക്കുന്നത്? അവർ പ്രൈമർലി ദൈവത്തിൻ്റെ വകയായതുകൊണ്ടാണ്. റെജി ദൈവത്തിൻ്റെ വകയാണ്. അതുകൊണ്ടാണ് ദൈവം എടുത്തത്. അതുകൊണ്ടാണ് നമ്മളോട് ആരോടും അഭിപ്രായം ചോദിക്കാഞ്ഞത്. എടുക്കണോ വേണ്ടയോ, ഇന്നെടുത്താൽ മതിയോ, കുറച്ച് കഴിഞ്ഞെടുത്താൽ മതിയോ, ഇത് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ നാം വായിച്ചതുപോലെ അവനാണ് നമ്മെ ഉണ്ടാക്കിയത്, നാം അവനുള്ളവരാണ്. നമുക്ക് ടെമ്പററി ഓണർഷിപ്പ് മാത്രമേ നമുക്കുള്ളൂ. എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ, എൻ്റെ അപ്പൻ, അത് താൽക്കാലികമായൊരു അറേഞ്ച്മെൻ്റ് എന്നേ ഉള്ളൂ. പെർമനൻ്റ് ഓണർഷിപ്പ് എപ്പോഴും ദൈവത്തിനാണ്. നാം ദൈവത്തിനുള്ളവരാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ബോംബെയിൽ നമ്മുടെ ഒരു സഹോദരൻ്റെ ചെറുപ്പക്കാരനായ മകൻ മരിച്ചു.
മരിച്ചപ്പോൾ ആ അപ്പൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ അപ്പൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: കർത്താവേ, ഈ മകൻ മരിച്ചപ്പോൾ അവൻ്റെ ടെമ്പററി ഫാദറായി ഞാൻ ഒന്ന് കരഞ്ഞു എന്ന് വിചാരിച്ചു, ഒന്നും വിചാരിക്കല്ലേ എന്ന് ആ അപ്പം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കേട്ട ഒരാൾ തന്നെ എന്നോട് പറഞ്ഞതാണ്. എന്താ അപ്പം പ്രാർത്ഥിച്ചേ? ഈ മകനെ എടുത്തപ്പോൾ താൽക്കാലിക പിതാവ് ഒന്ന് കരഞ്ഞു എന്ന് വിചാരിച്ചു, ഒന്നും പിണങ്ങല്ലേ ദൈവമേ എന്ന്. അപ്പോൾ ആ അപ്പൻ ഒരു കാര്യം അക്നോളജ് ചെയ്യുകയാണ്. എന്താണ്? ഈ മകൻ എൻ്റേതാണ്, പക്ഷെ താൽക്കാലികമാണ്. ഹി ആക്ച്വലി ബിലോങ്സ് ടു യു. അവൻ നിന്റെ വകയാണ്, നീ എടുത്തു. പിന്നെ കുറച്ചുനാൾ എൻ്റെ മകനായിട്ടിരിക്കാൻ ഇടയായതുകൊണ്ട് ഞാൻ കരഞ്ഞെന്നേ ഉള്ളൂ എന്ന്. എത്ര വലിയ സത്യമാണ് പ്രിയപ്പെട്ടവരെ. ലോകം മരണത്തെ വേറൊരു നിലയിൽ കാണുമ്പോൾ ദൈവമക്കൾ മരണത്തെ എങ്ങനെയാണ് കാണുന്നത്? അവൻ ദൈവത്തിനുള്ളവൻ, അവൻ ദൈവം അവനെ ഉണ്ടാക്കി, മാത്രമല്ല ദൈവം അവനെ രക്ഷിച്ചു, വീണ്ടെടുത്തു, ദൈവമകനാക്കി, ദൈവദാസനാക്കി, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി അവനെ ഉപയോഗിച്ചു. അതുകൊണ്ട് അവനെ എടുക്കാനുള്ള എല്ലാ റൈറ്റും ദൈവത്തിനുണ്ട്. അപ്പോൾ ബന്ധുമിത്രാദികളായി നമ്മുടെ കർത്തവ്യം എന്താ? ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്തവ്യം എന്താ? ദൈവത്തിൻ്റെ സോവറിൻ വില്ലിന് കീഴടങ്ങുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴടങ്ങുക. ദൈവമേ, അവനെ നീ ഉണ്ടാക്കി, നീ അവനെ രക്ഷിച്ചു, നീ അവനെ ഉപയോഗിച്ചു, ഇത്രയും വർഷം നീ അവനെ നടത്തി, നിന്റെ പരമാധികാരത്തിന് ഞങ്ങൾ കീഴ്പ്പെടുന്നു. ഇങ്ങനെ നല്ല ഒരാളെ ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ നീ തന്നല്ലോ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. പക്ഷേ നിന്റെ പരമാധികാരത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല, ഞങ്ങൾ നിന്റെ ഹിതത്തിന് കീഴ്പ്പെട്ട് നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാനാണ് നമ്മുടെ ചുമതല. ഈ വാക്യത്തിൽ പറയുന്ന വേറൊരു കാര്യം, യഹോവയുടെ ദാസനായ മോശ 2 യഹോവയുടെ വചനപ്രകാരം മരിച്ചു. പല തർജ്ജമകളിൽ പല നിലയിൽ ഈ വാചകം തർജ്ജമ ചെയ്തിട്ടുണ്ട്. പല ആശയങ്ങൾ ആ വാക്യത്തിനുണ്ട്. യഹോവയുടെ വചനപ്രകാരം എന്ന് പറഞ്ഞാൽ യഹോവയുടെ കൽപ്പന അനുസരിച്ച്, യഹോവയുടെ പ്ലാൻ അനുസരിച്ച്, യഹോവയുടെ തിട്ടമനുസരിച്ച് യഹോവ മോശയെ എടുത്തു എന്ന് സ്വാഭാവികമായ അർത്ഥം നമുക്കെടുക്കാം. നമുക്കറിയാം, റജി എതിർച്ചയാ മരിച്ചു പോയതല്ല, പെട്ടെന്ന് ഒരു അപകടം സംഭവിച്ച് മരിച്ചു പോയതല്ല, പെട്ടെന്ന് അവിചാരിതമായി സംഭവിച്ചതല്ല. മാനുഷികമായിട്ട് അങ്ങനെയാണെങ്കിലും യഹോവയുടെ വചനപ്രകാരം, യഹോവയുടെ കാര്യപരിപാടി അനുസരിച്ച്, ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് റജി ലോകത്തിൽ നിന്ന് കടന്നുപോയത്. ഈ ഭാഗത്തിന് വേറൊരർത്ഥം കൂടെ ഉണ്ട്. അവിടെ യഹോവയുടെ വചനപ്രകാരം എന്നുള്ളതിൻ്റെ മറ്റൊരു തർജ്ജമ ബൈ ദ മൗത്ത് ഓഫ് ദ ലോർഡ് എന്നാണ്. യഹോവയുടെ വായിൻ പ്രകാരം എന്നാണ്. NASB ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളിൻ്റെ മാർജിനിൽ അത് കൊടുത്തിട്ടുണ്ട്. ഈ വാചകത്തിൻ്റെ ലിറ്ററൽ മീനിങ് ബൈ ദ മൗത്ത് ഓഫ് ദ ലോർഡ് മോസസ് ഡൈഡ് എന്നാണ്. അതുകൊണ്ട് ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ഗോഡ് കിസ്ഡ് ഹിം ടു ഡെത്ത് എന്നാണ്. യഹോവയുടെ വാ കൊണ്ട് മരിച്ചു എന്ന് പറയുന്നതിന് ചില വേദപണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം യഹോവ ചുംബിച്ച് മോശ മരിച്ചെന്നാണ്. എത്രയോ നല്ല ആശയമാണ്. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിച്ചൊരു മനുഷ്യൻ മരിക്കുമ്പോൾ യഹോവയുടെ ആലോചന പ്രകാരം, തിട്ടപ്രകാരം, പ്ലാൻ പ്രകാരം മരിക്കുന്നു എന്ന് മാത്രമല്ല, യഹോവ ചുംബിച്ചവനെ ഈ ലോകത്തിൽ നിന്നെടുക്കുകയാണ്. റജിയെക്കുറിച്ച് നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കാം. നല്ല സാക്ഷ്യം കൈക്കൊണ്ട് ഭക്തിയോടെ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം താൻ കടന്നുപോയപ്പോൾ ബൈ ദ മൗത്ത് ഓഫ് ദ ലോർഡ്, ബൈ ദ വേർഡ് ഓഫ് ദ ലോർഡ് kissed him to death. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചുംബനത്തോടുകൂടെ ദൈവം അവനെ സ്വീകരിച്ചു. ശരിയായ ഉടയവനാണ് എടുത്തത്. അബദ്ധം പറ്റിയ ആള് ഇവിടുന്ന് പോയതല്ല, അകാല മരണമല്ല. ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഉണ്ടാക്കിയവൻ തീരുമാനിച്ച സമയത്ത് അവൻ എടുക്കുകയായിരുന്നു. യഹോവയാണ് എടുത്തത്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഇയ്യോബിൻ്റെ വീട്ടിലെ ഒത്തിരി പേര് മരിച്ചുപോയി, മക്കളൊക്കെ മരിച്ചുപോയി. എല്ലാവർക്കും ആ ചരിത്രം അറിയാം. എന്നാൽ ഭക്തനായ ഇയ്യോബ് അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് 1:21 എഴുതിയിട്ടുണ്ട്. യഹോവ തന്നു, പക്ഷെ സാത്താൻ എടുത്തുകൊണ്ട് പോയി എന്നല്ല ഇയ്യോബ് പറഞ്ഞേ. അതിൻ്റെ മുകളിൽ വായിച്ചാൽ സാത്താൻ്റെ പ്രവർത്തനം അവിടെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇയ്യോബ് പറഞ്ഞത് യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, യഹോവ എടുത്തെങ്കിലും യഹോവ തന്നെങ്കിലും കഴിഞ്ഞ ദിവസം സാത്താൻ എൻ്റെ മോനെ
എൻ്റെ ആളെ തട്ടിക്കൊണ്ടുപോയി എന്നാരും പറയരുത്. അങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ സാത്താൻ അവകാശമില്ല, അധികാരമില്ല. യഹോവ തന്നു, യഹോവ എടുത്തു. ഇയ്യോബിൻ്റെ പ്രതികരണം എന്താണ്? ഇയ്യോബ് കുമ്പിട്ട് നമസ്കരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കും ഈ സമയത്ത് ചെയ്യാനായിട്ട് കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതാണ്. യഹോവ തന്നു, യഹോവ എടുത്തു. ഇയ്യോബിന് സംഭവിച്ച ആ വലിയ വൈഷമ്യത്തിൻ്റെ പിന്നിൽ യഹോവയുടെ കരം ഇയ്യോബ് കണ്ടു. അതുകൊണ്ടാണ് അങ്ങനെ പറയാനൊത്തത്. യഹോവ തന്നു, സാത്താൻ തട്ടിക്കൊണ്ടുപോയെന്നല്ല പറഞ്ഞത്. യഹോവ തന്നു. അവൻ്റെ കുടുംബത്തിൽ സംഭവിച്ച ആ വലിയ ദുരന്തത്തിന് പിന്നിൽ ദൈവത്തിൻ്റെ കൈ ഇയ്യോബ് കണ്ടു. പ്രിയ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ കരം നാം കാണണം. വി ഷുഡ് ബി ഏബിൾ ടു സീ ദ ഹാൻഡ് ഓഫ് ഗോഡ് ബിഹൈൻഡ് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ടു അസ്. ഈ മരണം നമുക്ക് ദുഃഖകരമാണ്, പക്ഷേ ഇതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ കൈ നാം കാണണം. ദൈവത്തിൻ്റെ ഉദ്ദേശം നാം കാണണം. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം ആ കാര്യം ചെയ്തു. നമുക്ക് ചോദ്യം ചോദിക്കാനായിട്ട് ആവശ്യമില്ല, ചോദ്യം ചോദിക്കാനായിട്ട് അവകാശമില്ല. മാത്രമല്ല, ചോദ്യം ചോദിച്ചാലും നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ ഒരു മറുപടി ലഭിക്കണമെന്നില്ല. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇയ്യോബിന് നേരിട്ട് കഷ്ടതകളെ സംബന്ധിച്ച് അനേക ചോദ്യങ്ങൾ ഇയ്യോബ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആ പുസ്തകം വായിച്ചാൽ, നീതിമാനായി ഞാൻ ജീവിച്ചിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നിനും ദൈവം ഉത്തരം പറയുന്നതായിട്ട് ഇയ്യോബിൻ്റെ പുസ്തകത്തിലില്ല. നിങ്ങൾ ഇയ്യോബിൻ്റെ പുസ്തകം മുഴുവൻ വായിച്ചു നോക്കുക. എന്തെല്ലാം ചോദ്യം ഇയ്യോബ് ചോദിച്ചു, ഒരൊറ്റ ചോദ്യത്തിന് ദൈവം മറുപടി പറഞ്ഞില്ല. എന്നാൽ പിന്നെ എന്താ ദൈവം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത്? ദൈവം ഒടുവിലായിട്ട് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കമായിട്ട് പറഞ്ഞാൽ ദൈവം പറഞ്ഞത്, ജോബ്, ഐ റൺ ദ യൂണിവേഴ്സ്, ഐ മേക്ക് നോ മിസ്റ്റേക്ക് ഇൻ വാട്ട് ഐ ഡു, ഐ നോ വാട്ട് ഐ എം ഡൂയിങ്, ദെർഫോർ യു ജസ്റ്റ് ട്രസ്റ്റ് ഇൻ മീ ആൻഡ് ലീൻ ഓൺ മൈ ബ്രസ്റ്റ്, ദാറ്റ് ഈസ് ഇനഫ്. അതാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ സന്ദേശം. എന്താ ദൈവം ഇയ്യോബിനോട് പറഞ്ഞതിൻ്റെ അർത്ഥം? അനേക സൃഷ്ടികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചു, ഭൂമിയെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചു, സയൻറ്റിഫിക് ആയിട്ടുള്ള അനേക ചോദ്യങ്ങൾ ചോദിച്ചു. അതെല്ലാം എന്തിനാ ദൈവം ചോദിച്ചത്? ഇയ്യോബിനൊരു സന്ദേശം കൊടുക്കുകയാണ്. എന്തിനാണ് ഇയ്യോബിന് ഈ കഷ്ടത വരുത്തിയതെന്ന് ദൈവം പറഞ്ഞില്ല, പക്ഷേ ഒരു സന്ദേശം കൊടുത്തു. അതെന്താ? ഈ അഖിലാണ്ടത്തെ മുഴുവൻ ഞാൻ നിർമ്മിച്ചപ്പോൾ ഒരു തെറ്റും ഞാൻ വരുത്തിയില്ല. ഞാനാണ് ഈ അഖിലാണ്ടത്തെ നിയന്ത്രിച്ച് ചലിപ്പിക്കുന്ന ദൈവം. ഞാൻ സർവജ്ഞാനിയാ, എനിക്ക് തെറ്റുപറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിത് വിശദീകരിച്ചാൽ നിനക്ക് മനസ്സിലാകുകയുമില്ല. നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ മാർവിലേക്ക് നീ ചാരൂ, എൻ്റെ കയ്യിലേക്ക് നീ വരൂ. യു വിൽ ബി സേഫ് ദെയർ. അവിടെ നീ സുരക്ഷിതനായിരിക്കും. എന്നെ നീ വിശ്വസിക്കുക. എനിക്ക് തെറ്റുപറ്റുന്നില്ല. ഞാൻ സർവജ്ഞാനിയായ സർവാധിപതിയായ ദൈവമാണ്. നീ എന്നെ വിശ്വസിക്കുക, എന്നിൽ ആശ്രയിക്കുക. അത് മതി. എല്ലാത്തിൻ്റെയും ഉത്തരം ലഭിക്കുക എന്നുള്ളത് ജീവിതത്തിൽ പ്രധാനമല്ല. എന്നാൽ എല്ലാറ്റെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ച് അവനിൽ ശരണപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഭക്തനായ ജോർജ് മുള്ളർ, എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി മരിച്ചു. 39 വർഷവും 4 മാസവും കുടുംബജീവിതം നയിച്ച ശേഷമാണ് ജോർജ് മുള്ളറിൻ്റെ ഭാര്യ ഫെബ്രുവരി 6, 1870 മരിക്കുന്നത്. ഭാര്യ മരിച്ചപ്പോൾ ജോർജ് മുള്ളർ പറഞ്ഞ 2 വാചകം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അദ്ദേഹം പറയുകയാണ്, ഐ മിസ് ഹെർ ഇൻ നമ്പർലെസ് വേയ്സ് ആൻഡ് വിൽ മിസ് ഹെർ മോർ ആൻഡ് മോർ. എൻ്റെ ഭാര്യയുടെ അഭാവം എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നു. ഇനിയും അത് എനിക്ക് അനുഭവപ്പെടും. ബട്ട് ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് ആൻഡ് എസ് സെർവൻ്റ് ഓഫ് ദ ലോർഡ് ജീസസ് ഐ ബൗ. എന്നാൽ ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്കും ദൈവദാസൻ എന്ന നിലയ്ക്കും ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് കുനിക്കുന്നു. ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ദ വിൽ ഓഫ് മൈ ഹെവൻലി ഫാദർ. എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഹിതത്തിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു. ഐ സീ ബൈ പെർഫെക്റ്റ് സബ്മിഷൻ ഹിസ് ഹോളി വിൽ ടു ഗ്ലോറിഫൈ ഹിം. ദൈവത്തിൻ്റെ ഈ ഹിതം അവൻ്റെ മഹത്വത്തിന് വേണ്ടി അവൻ ചെയ്തതാണ് എന്നറിഞ്ഞ് അവൻ്റെ പെർഫെക്റ്റ് വില്ലിന്, സമ്പൂർണ്ണ ഹിതത്തിന് ഞാൻ കീഴ്പ്പെടുന്നു. ഐ കിസ് കണ്ടിന്യൂലി ദാറ്റ് ഹാൻഡ് ദാറ്റ് ഹസ് അഫ്ലിക്റ്റഡ് മീ.
എനിക്ക് ഈ ബുദ്ധിമുട്ട് തന്ന ആ കയ്യെ ഞാൻ നിരന്തരമായി ചുംബിക്കുന്നു. തൻ്റെ ഭാര്യയുടെ മരണത്തിൽ വളരെ വേദന തനിക്കുണ്ടായെങ്കിലും തൻ്റെ പ്രതികരണം, എനിക്ക് ഈ വേദന വരുത്തിയ കരത്തെ ഞാൻ ചുംബിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ നിത്യമായ കാര്യപരിപാടി അനുസരിച്ച് ഏറ്റവും നന്നായി ദൈവം അത് ചെയ്തതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിലും ദൈവം അങ്ങനെ തന്നെ ചെയ്തു എന്നോർത്ത് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലല്ല, ദൈവമക്കളുടെ കാഴ്ചപ്പാടിൽ ഈ മരണത്തെ നമുക്ക് കാണാം, നമുക്ക് ആശ്വസിക്കാം, നമുക്ക് ധൈര്യപ്പെടാം. നമുക്കറിയാവുന്ന പോലെ ദൈവമക്കൾക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. താൻ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടിയാണ്. കർത്താവ് വരുമ്പോൾ ദൈവമക്കളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തന്നെ ഇനിയും കാണാനായിട്ട് പോവുകയാണ്. താമസം വിന നാം എല്ലാം ഇനി ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് പോവുകയാണ്. ആ വലിയ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ആ പ്രത്യാശ ഇല്ലാത്ത ആരെങ്കിലും ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചുയർത്ത യേശുക്രിസ്തുവിൽ ശരണപ്പെട്ട് അവനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്ന് ആ പ്രത്യാശയുടെ അവകാശികളായി തീരുവാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ആത്മീയ കാഴ്ചപ്പാടിലൂടെ മരണത്തെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ദാസനെ ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം എടുത്തു. ദുഃഖിതരായവരെ ദൈവം ആശ്വസിപ്പിക്കും. അവരുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. ഒരിക്കലും ദൈവം കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. യഹോവയാണ് തന്നത്, തന്നവനാണ് എടുത്തത്. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.